മോളെ പിങ്കി. ഓ മമ്മ പപ്പ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. വേഗം മാറ്റി ഈ കുട്ടി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന് നോക്കൂ. നിന്റെ വല്യപ്പമ്മയും വല്യപ്പപ്പയും വന്നിരിക്കുന്നു. ഡാഡി, യാത്രയൊക്കെ സുഖമായിരുന്നു. എന്താ ഡാഡി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാനേ? ഞാൻ വരുമായിരുന്നല്ലോ എയർപോർട്ടില്. മമ്മ വന്നിട്ട് നന്നായി. ടീയക്കുട്ടിക്ക് വെക്കേഷൻ ആണല്ലോ. ടീയക്കുട്ടി എത്ര മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ മമ്മേ? വല്യമ്മ, വല്യപ്പപ്പ, ഞാൻ എത്ര സങ്കടപ്പെട്ടു എന്നറിയാവോ? നിങ്ങൾ എന്താ നേരത്തെ വരാനേ? ഡോണ്ട് ക്രൈ മൈ ഗ്രാൻഡ് ചൈൽഡ്. ഞാനിങ്ങ് വന്നില്ലേ, ഇനിയെല്ലാം വല്യമ്മമ്മി നോക്കിക്കോളാം. എന്താ മമ്മ ഇത്? നിങ്ങൾ വരുന്നത് ഇവക്ക് അറിയായിരുന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ നീ എന്തിനാണ് ഇവിടെ മമ്മി എന്ന് പറഞ്ഞ് നടക്കുന്നത്? എന്റെ ടീയക്കുട്ടി വിളിച്ച് കരഞ്ഞിട്ടാ അടുത്ത ഫ്ലൈറ്റിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്റെ കുഞ്ഞ് ഇത്ര സങ്കടത്തിലാണെന്ന്. നീ ഇവക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ? ടീയക്കുട്ടിനെ ഹാപ്പിയാക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു, പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. ഇങ്ങനെ കരയാതെ എന്റെ ടീയക്കുട്ടി. മമ്മ വന്നില്ലേ, ബാക്കിയെല്ലാം ഈ വല്യമ്മമ്മി നോക്കിക്കോളാം. എനിക്ക് മടുത്തു വല്യമ്മമ്മി. ഇത്രയും നാളെ ഞാനായിരുന്നു എല്ലാത്തിലും ഫസ്റ്റ്. സ്കൂളിൽ ഫസ്റ്റ്, നാട്ടിൽ ഫസ്റ്റ്, ട്യൂഷൻ ക്ലാസ്സിൽ ഫസ്റ്റ്. ഇപ്പോൾ ഒരു നീതുമോളും കൂട്ടരും വന്ന് എന്നെ എല്ലായിടത്തും നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. ചിൽഡ്രൻസ് ഡേക്ക് അവർ ജയിച്ചു, ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ അവർ ജയിച്ചു. സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും എല്ലായിടത്തും ഞാൻ പുറകിലായി മമ്മി, ഞാൻ പുറകിലായി. കരയാതിരി ടീയക്കുട്ടി. പടം കൊണ്ട് വായിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഇത്രയും കോടീശ്വരിയായ നീ വെറും ആ കീടങ്ങളുടെ മുമ്പിൽ കരയരുത്. അതിനല്ലേ വല്യമ്മമ്മി വന്നത്. ഇനിയെല്ലാം വല്യമ്മമ്മി നോക്കിക്കോളാം. മമ്മിയും പപ്പയും എന്നവരെ ഉണ്ടാവും. എന്നാണോ ഞങ്ങളുടെ ടീയക്കുട്ടി ആ കുട്ടികളുടെ മുമ്പിൽ ജയിക്കുന്നത്, അന്ന് വരെ ഞങ്ങളിവിടെ ഉണ്ടാവും. എന്താ മമ്മിയും പപ്പയും ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് വെറും ചീള് പിള്ളേരാ. അതുങ്ങളെ ഒതുക്കാൻ ഞാൻ എന്തെങ്കിലും വേറെ വഴി കണ്ടേനെ. ടീയക്കുട്ടി ഇങ്ങനെ മമ്മേനെയും പപ്പനെയും വിളിച്ചു വരുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും നാള് നീ ഇവിടെ ഉണ്ടായിട്ടും ഇപ്പോഴും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഇനി നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ പറയണ പോലെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ശരി മമ്മ പപ്പ. നിങ്ങൾ എന്ത് പ്ലാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് പറയൂ. ഹാപ്പി ബർത്ത്ഡേ. ആദ്യം തന്നെ ടീയക്കുട്ടിയുടെ ബർത്ത്ഡേ നമുക്ക് നല്ല പോലെ സെലിബ്രേറ്റ് ചെയ്യണം. ഈ നാട്ടിൽ എങ്ങും നടക്കാത്ത വിധം സെലിബ്രേറ്റ് ചെയ്യണം. ഈ നാട്ടിലെ എല്ലാരെയും ക്ഷണിക്കണം. കൂട്ടത്തിലെ ഇവളെ എപ്പോഴും തോൽപ്പിക്കുന്ന ആ ബുദ്ധൂസ് കുട്ടികളെയും കൂടി ക്ഷണിച്ചോളൂ. ഇവളുടെ വില അവരറിയട്ടെ. ഓ, എനിക്കാ ഇഷ്ടമല്ല കുട്ടികളെ. അവരെ വിളിച്ച് എന്തിനാണ് മമ്മ നമ്മൾ ഇവിടെ അവർക്ക് ട്രീറ്റ് കൊടുക്കുന്നത്? നീ ഉദ്ദേശിക്കുന്ന ട്രീറ്റ് അല്ല ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അപമാനത്തിന്റെയും നാണക്കേടിന്റെയും ട്രീറ്റ് ആയിരിക്കും. നീ നാട് അടക്കം ബർത്ത്ഡേ ക്ഷണിക്കണം. ഇതുപോലൊരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. എന്റെ ടീയമ്മോളുടെ ഉടുപ്പും ആഭരണങ്ങളും സെലിബ്രേഷനും കണ്ട് ആ കുട്ടികൾ അസൂയപ്പെടണം. അവരിവിടെ വരട്ടെ, ബാക്കി പണി അവർക്ക് ഞാൻ വഴിയെ കൊടുക്കാം. എന്താണ് ടീയക്കുട്ടി, ഇപ്പൊ ഹാപ്പിയായോ? ഞാൻ ശരിക്കും ഹാപ്പിയായി വല്യമ്മമ്മി. ഞാൻ തുള്ളിച്ചാടാൻ പോവുക. എനിക്കിപ്പോൾ നല്ല ഉറപ്പാ, എന്തായാലും വല്യമ്മമ്മി അവർക്കിട്ട് ഒരു പണി കൊടുക്കാതെ പോവില്ലെന്ന്. നോട്ടി ഗേൾ. പിങ്കി മോളെ, ഞങ്ങൾ ശരിക്കും ടീയക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് അമേരിക്കയിൽ നിന്ന് വരാനിരിക്കുമായിരുന്നു. അപ്പോഴേക്കുമാണ് ടീയക്കുട്ടി ഞങ്ങളെ വിളിച്ച് കരയുന്നത്. ഇവിടെ ഏതോ നീതുമോളും കൂട്ടരും അവളെ വല്ലാതെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഒരാഴ്ച നേരത്തെ ആക്കി ഞങ്ങളുടെ യാത്ര. കൂട്ടത്തിൽ അവർക്കൊരു പണി കൊടുക്കണം. പിന്നെ എൻ്റെ ടീയക്കുട്ടിയുടെ ബർത്ത്ഡേ നല്ലപോലെ ആഘോഷിക്കണം. ടീയ മമ്മീനെ വിളിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും മമ്മിയും പപ്പയും വന്നത് നന്നായി. നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം, അവക്കിട്ട് നല്ല പണിയും കൊടുക്കാം. ആദ്യം തന്നെ കുളിച്ച് ഫ്രഷായി നമ്മുടെ നാട്ടിലെ നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കണം എൻ്റെ പിങ്കി മോളെ. തീർച്ചയായും മമ്മി. മാഡം, മാഡത്തിന്റെ മമ്മിയും പപ്പയും വന്നത് അറിഞ്ഞതാ. എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വേണോ? എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും വേണോ? ഓ, എന്റെ മമ്മിയും പപ്പയും വന്നിട്ട് അരമണിക്കൂറായി. ഇപ്പോഴെങ്കിലും തമ്പുരാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയല്ലോ. അടുക്കളയിൽ നല്ല ജോലി തിരക്കായിരുന്നു മാഡം. എപ്പം നോക്കിയാലും അവളുടെ ഒരു ജോലി തിരക്ക്. എന്നാ ഒന്നും വാരി വെച്ചെടുത്ത് തിന്നാൻ പറ്റുന്നതാണോ ഉണ്ടാക്കുന്നത്? അതുമല്ല, നീ പോയി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഇവളേതാ മോളെ, പുതിയതാണോ? ഓ പുഷ്പ, ഇവിടെ ജോലിക്ക് നിർത്തിയവളെ ഞാൻ പറഞ്ഞു വിട്ടോ. എന്നിട്ട് ഈ പുഷ്പേനെ എടുത്തു. ഇവളും ആ പിള്ളേരും ഒരു സെറ്റാ. പിന്നെ നീ എന്തോന്നിനാടി ഇവളെ ഇവിടെ ജോലിക്ക് തുടരാൻ അനുവദിക്കുന്നേ? എൻ്റെ പൊന്നു മമ്മി, ടീയക്കുട്ടിയുടെ പപ്പ ഗൾഫിലല്ലേ. ഞാനും ടീയക്കുട്ടിയും ഇവിടെ ഒറ്റക്കായതുകൊണ്ടേ വിശ്വസിക്കാവുന്ന ഒരാളെ വേണ്ടേ. ഇവളെ വിശ്വസിക്കാം. ഇവളെ പറഞ്ഞു വിട്ടാൽ പിന്നെ അതുപോലെ ഒരാളെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് സഹിക്കുവാ ഞാൻ. ഓ, ഇതാണോ ടീയക്കുട്ടി ഈ നീതുമോളുടെ വീട്? ഇത് നമ്മുടെ വീട്ടിലെ പട്ടിക്കൂടിനേലും ചെറുതാണല്ലോ. നോ മമ്മി നോ, അവര് കേൾക്കും. അവര് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് അവർ വരില്ല. വലിയ മമ്മി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നല്ല സ്നേഹത്തിൽ വേണം ഇവരെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ. എനിക്ക് ഓർമ്മയുണ്ട് ടീയക്കുട്ടി, അവരിവിടെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇവരെ എങ്ങനെയെങ്കിലും ബർത്ത്ഡേക്ക് ക്ഷണിക്കണം. എന്നിട്ട് വേണ്ടേ നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ. ഇതാരാ ടീയക്കുട്ടിയും അമ്മയോ? കേറിയിരിക്കൂ. കുറെ നേരമായി വന്നിട്ട്, നിങ്ങളൊന്നും വിളിച്ചില്ലല്ലോ.
ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. പിന്നെ ഗീത, ഒരു കാര്യം, എൻ്റെ പേര് പിങ്കി എന്നാണ്. എന്നെ പിങ്കി മാഡം എന്ന് വിളിച്ചോളൂ. ടീയക്കുട്ടിയുടെ അമ്മ, കുഞ്ഞമ്മ അങ്ങനെയൊന്നും എന്നെ വിളിക്കണ്ട. സോറി പിങ്കി മാഡം. അല്ല, എന്താ ഇങ്ങോട്ട് വന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ഹാപ്പി ബർത്ത്ഡേ വിളിക്കാൻ വന്നതാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ? എല്ലാവരും അകത്തുണ്ട്, ഞാൻ വിളിക്കാം. അല്ല, എൻ്റെ കുട്ടികൾ പറയും ടീയക്കുട്ടിയും അവരും എപ്പോഴും വഴക്കിടുന്നു. അപ്പോൾ വഴക്കൊക്കെ മാറിയോ? നോക്കൂ ഗീത, കുട്ടികളുടെ വഴക്കൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എൻ്റെ മോളുടെ ബർത്ത്ഡേ ഈ പഞ്ചായത്തിലെ എല്ലാ വീട്ടിലും ഞാൻ വിളിക്കുന്നുണ്ട്. ഒരു 1000 പേരുടെ പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ഹസ്ബൻഡും നിങ്ങളുടെ മക്കളുമായിട്ട് തീർച്ചയായും വരണം. അയ്യോ, ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഞങ്ങൾ വിളിക്കുന്നത്? എന്നാ സാരയില്ലായിരുന്നു, വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അയ്യോ, അങ്ങനെ പറയരുത് ഗീതാന്റി. ഗീതാന്റിയും കുട്ടികൾ എന്തായാലും വരണം. ആരാമ്മേ വന്നേ? മക്കളെ, ടീയക്കുട്ടിയും പിങ്കി മാഡം വന്നിരിക്കുന്നു. ടീയക്കുട്ടിയുടെ ബർത്ത്ഡേ വിളിക്കാനാ. പിങ്കി മാഡോ? പിങ്കി മാഡം എന്ന് വിളിക്കാനാ പിങ്കി മാഡത്തിന് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു. പിന്നെ വഴക്കൊക്കെ മറന്ന് നിങ്ങളോട് ബർത്ത്ഡേക്ക് ചെല്ലണമെന്നാ പറഞ്ഞേക്കുന്നത്. എല്ലാവരും എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വരണം. ഈ നാട്ടിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. 1000 പേരുടെ ഫംഗ്ഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും വരണം. നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേക്കും ഇഷ്ടമുള്ള ഫുഡും കഴിക്കാം. ഞങ്ങൾക്ക് വേണ്ട ആൻറ്റി. നിത്യേ, വീട്ടിൽ വന്ന് ബർത്ത്ഡേ ക്ഷണിക്കുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ മിണ്ടാതെ നിൽക്ക്. അവര് വന്നോളൂ കേട്ടോ. ഓ, ഈ അമ്മ. സാരമില്ലെങ്കിൽ ഇതേ കുട്ടികളല്ലേ, അവർക്കറിയില്ലല്ലോ. എന്തായാലും ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി ക്ഷണിച്ചിട്ട് വരാം. അല്ല, ഒന്നും കുടിച്ചില്ലല്ലോ. ഞാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ? ആൻറ്റി, എനിക്കൊരു മിൻറ്റ് ലൈം മതി. അയ്യോ, മിന്റ് ഇവിടെ ഇല്ലല്ലോ മോളെ. ഓക്കെ, എന്നാലൊരു ബട്ടർ സ്കോച്ചിന്റെ ഷേക്ക് എടുത്തോളൂ. അതും ഇവിടെ ഇല്ലല്ലോ മോളെ. ഇതൊന്നും ഇല്ലാതെയാണോ ആൻറ്റി പിന്നെ കുടിക്കാൻ എന്ത് വേണോന്ന് ചോദിക്കുന്നേ? കേട്ടോ ഗീത, ടീയക്കുട്ടി ഇങ്ങനെ സാധാരണ വീട്ടിലെ കാപ്പി, ചായ, നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം അതൊന്നും കഴിക്കാറില്ല. ഓൺലി മിൻറ്റ് ലൈം ഓർ ജിഞ്ചർ ലൈം ഓർ ഷേക്സ്. എപ്പോഴും ബട്ടർ സ്കോച്ചോ ചോക്ലേറ്റ് ഷേക്കൊക്കെയാണ് അവൾ കഴിക്കുന്നത്. അതുകൊണ്ട് അവൾ ചോദിച്ചതാ. അവക്കിതൊന്നും ശീലമില്ല. എങ്കിൽ പിങ്കി മാഡത്തിന് ചായ എടുക്കട്ടെ? സോറി ഗീത, പറയണോണ്ടൊന്നും തോന്നരുത്. ഞാനിങ്ങനെയുള്ള വീട്ടിൽ നിന്നൊന്നും ഒന്നും കഴിക്കാറില്ല. ഞങ്ങളുടെ രീതിയല്ലല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ടാ. എന്നാ ശരി മാഡം, അപ്പുറത്തൊക്കെ പോയി വിളിച്ചോളൂ. എന്നാലും എൻ്റെ പൊന്നു ഗീതേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് 4 മക്കളുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ ഇതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട വീടാ പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ എങ്ങനെ കഴിയുന്നു നിങ്ങൾ ഈ വീട്ടിലെ? അച്ഛനും അമ്മയും 4 മക്കളും. ഓ, കളിക്കാനാണെങ്കിലും മുറ്റം പോലും ഇല്ല. ഈ ഹാളിൽ നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെ ഒരുമിച്ചിരിക്കും? വളരെ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. സങ്കടം തോന്നുന്നു. ബർത്ത്ഡേ വിളിക്കാനാണോ പൊങ്ങച്ചം പറയാനാണോ മാഡം ഇങ്ങോട്ട് വന്നത്? ഇതെങ്ങനെയാണ് പൊങ്ങച്ചാകുന്നത് കുട്ടി? ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. അത് പിങ്കി മാഡത്തിന് വെറുതെ തോന്നുന്നതാ. ഞങ്ങളിവിടെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സൗകര്യം ഈ വീട്ടിലുണ്ട്. അത് നിങ്ങൾ എൻ്റെ വീട് വന്ന് കാണാത്തത് കൊണ്ടാ. എപ്പോഴും പുറത്തുനിന്നല്ലേ കാണുന്നത്. 5000 സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. അവിടെ ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരും, എന്നിട്ട് പോലും ഞങ്ങൾക്ക് തികയുന്നില്ല. ഇപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ കാണാം. ആയിക്കോട്ടെ. ബർത്ത്ഡേക്ക് വരുമ്പോഴേ 2 ദിവസം പട്ടിണി കിടന്നിട്ട് വേണം വരാനായിട്ട്. അത്രയും ഫുഡ് മമ്മി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിവരോട് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ചെയ്യൂ. അപ്പോൾ ശരി ഗീതേ, ഞാൻ ഇറങ്ങുന്നു. ഓ, ഇതെന്തൊരു അഹങ്കാരം എൻ്റെ പിള്ളേരെ. അത് തന്നെ അമ്മ ഞാൻ പറഞ്ഞത്. അവർ ബർത്ത്ഡേ വിളിക്കാനൊന്നും അല്ല വന്നത്. അവരുടെ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടും കുശുമ്പ് പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത്. എനിക്കറിയില്ല. എന്തായാലും അച്ഛൻ വരട്ടെ. അച്ഛനോട് പറയാൻ ബർത്ത്ഡേ വിളിച്ചെന്ന്. അച്ഛൻ പോകാൻ പറയുവാണെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾ പോകുന്നുണ്ടമ്മേ. അവിടെ പത്രാസിന് ബർത്ത്ഡേ പോയി കോളോക്കി കൊടുക്കുന്നുണ്ട്.